പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ? പുതിയ വിശേഷങ്ങൾ, സ്കൂൾ തുറക്കുന്നു, ഇന്ന് മഴയില്ല, അതിൻ്റെ സന്തോഷം. ഓക്കെ. ഇത്രയധികം കുട്ടികൾ, ഇന്ന് 3 ലക്ഷത്തോളം പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. എല്ലാവരും സാധാരണഗതിക്ക് മഴ പെയ്യണം, മഴയില്ലാണ്ട് നല്ല കാലാവസ്ഥ, എല്ലാവർക്കും സുഖമായ സ്കൂളിൽ വരാം, നനഞ്ഞൊലിക്കാതെ സ്കൂളിൽ വരാം, അതിൻ്റെ സന്തോഷം. ഇത്രയും പിള്ളേർ ഇപ്പം കൊറോണയും അല്ല വെള്ളപ്പൊക്കവും ഒന്നും ഇല്ലാതെ ഇപ്പം ഇന്ന് സ്കൂളിൽ വന്ന് ചേരുന്നുണ്ടല്ലോ. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലേ. ശ്രീമാട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ഇന്നത്തെ ദിവസത്തേക്ക്? പിള്ളേരുമായിട്ട് സന്തോഷമായിട്ട് ഇടപെടുക, ഗിവിംഗ് ദം സം ഗിഫ്റ്റ് കൂപ്പൺസ്. പിള്ളേരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അവർ അടുത്ത ജനറേഷനെ നന്നായി ഒരുക്കി എടുത്തുകൊണ്ട് വരിക. ദാറ്റ്സ് ഇറ്റ്. അതിനുവേണ്ടി ബുക്സ് കാര്യങ്ങളൊക്കെ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ ശ്രീമാട്ടി? നമ്മൾ ഗിഫ്റ്റ് കൂപ്പൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ജൂനിയേഴ്സിൻ്റെയും യങ്ങിൻ്റെയും ഗിഫ്റ്റ് കൂപ്പൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബിസിനസ്സിലെ പുതിയ വിശേഷങ്ങൾ പ്രേക്ഷകരോട്? ബിസിനസ് ഇപ്പോൾ നന്നായിട്ട് പോകുന്നു. സ്കൂൾ ഓപ്പണിങ്ങും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇനി കോളേജ് ഓപ്പണിങ്ങിനുള്ള കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. അവർക്ക് യങ്ങിലെ പുതിയ ഡ്രസ്സൊക്കെ വേണം. കോളേജിൽ പോകാൻ എത്ര ഡ്രസ്സ് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ 3-4 പേരൊക്കെ മാറ്റി വാങ്ങിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഒരു സന്തോഷം, പിള്ളേരെ കോളേജിലേക്ക് അയക്കുന്ന സന്തോഷവും ഉണ്ട് ശ്രീമാട്ടിക്ക്. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ പ്രേക്ഷകരോട്? ഇല്ല, അടുത്ത ഓണം പ്രതീക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. കോളേജ് ഓപ്പണിങ്, റംസാൻ ആൻഡ് ഓണം രണ്ടും കൂടെ ഒരുമിച്ചല്ലേ. കോളേജ് ഓപ്പണിംഗ് ആണ് അടുത്ത ഫംഗ്ഷൻ. ബിക്കോസ് കോളേജ് ഓപ്പണിംഗ് കുട്ടികൾ വരും ധാരാളം. അതിൻ്റെ പിന്നെ NRI കുട്ടികളൊക്കെ ഉണ്ട്, കല്യാണങ്ങളും ഒക്കെ ആയിട്ട്. ശ്രീമാട്ടി ഈസ് ഗോയിങ് സ്ട്രോങ് ആൻഡ് ഗുഡ്. പുതിയ ഷോറൂമുകൾ എവിടെയെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പോഴത്തേക്ക് കാലിക്കറ്റും കോട്ടയം കൊച്ചിയും ഒക്കെ ആയിട്ട് പോകുന്നു. ഞങ്ങൾ യങ് പലയിടത്തും വരുന്നുണ്ട്. യങ് ഈസ് ഓപ്പണിംഗ് ഇൻ തിരൂർ സൂൺ. പാലായിലും വി ആർ ട്രൈങ് ടു കം അപ്പ് സൂൺ വിത്ത് യങ് ആൻഡ് സെലസ്റ്റ് വെള്ളയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. കാലിക്കറ്റ് ഓൾറെഡി ഞങ്ങളുണ്ടല്ലോ, ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ, ടൗണിലല്ല. ഔട്ട് ഓഫ് ഇന്ത്യ? കേരള അല്ല, ഔട്ട് ഓഫ് ഇന്ത്യയിൽ? ഔട്ട് ഓഫ് ഇന്ത്യയിൽ അറിയിക്കാം, വരുമ്പോൾ അറിയിക്കാം. എല്ലാ സർപ്രൈസുകളും ഒരു ദിവസം പറയാൻ പറ്റില്ലല്ലോ. അതെന്തായാലും ഉണ്ടാവണം പുറത്തേ. തീർച്ചയായിട്ടും, വിത്ത് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ബ്ലെസ്സിങ്ങോടുകൂടി. ബീന കണ്ണൻ കോട്ടിയൂർ ഇസ് ഓൾസോ ഡൂയിങ് ഗുഡ്. കല്യാണത്തിനും ഒക്കെ ഡിസൈൻ ഡ്രസ്സസ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് ബീന കണ്ണൻ കൊട്ടിയൂർ. അവരവർ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ലെഹങ്ക, വൈറ്റ് ഗൗണ് ആൻഡ് ഓൾസോ സാരീസ്. യങ്ങും ജൂനിയേഴ്സും ഉള്ളതും സന്തോഷം തന്നെ. ഇപ്പം ആണുങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഈസ് ഓൾസോ നൈസ്, ഡൂയിങ് ഗുഡ്. എപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു രഹസ്യം എന്തായിരിക്കും? ഫിറ്റ്നസ്. ഫിറ്റ്നസ്. പിന്നെ ഫുഡൊക്കെ എങ്ങനെ? ഫിറ്റ്നസ് മോർ ആൻഡ് ഫുഡ് ലെസ്. ലൈക്ക് you move, you do your exercise properly every day. അതേത് പ്രായത്തിൽ 8ാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ യോഗ ചെയ്തിട്ട് ആണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലും ഒന്ന് കാണും. എക്സസൈസ് രൂപത്തിൽ തന്നെ എന്തെങ്കിലും ചെറുപ്പം തൊട്ടേ ചെയ്താലേ നമുക്ക് ഫ്യൂച്ചറിൽ നന്നായിട്ട് പോയി ചേരാൻ പറ്റുള്ളൂ. യു ഹാവ് ടു കീപ് യുവർ ബോഡി ഫിറ്റ് സോ ദാറ്റ് യുവർ മൈൻഡ് റെസ്റ്റ് ഇൻ ബോഡി. ശരീരമില്ലെങ്കിൽ നമ്മളേ ഇല്ല, നമ്മളുണ്ടെങ്കിലല്ലേ ഉള്ളു ലോകം. നമ്മൾ കണ്ണടച്ച് ഒന്ന് ഉറങ്ങുമോ അല്ല വേറെ എന്തെങ്കിലും ആയിന്ന് വിചാരിക്കുക, എങ്കിൽ ലോകമില്ലല്ലോ. അത് ലോകത്തിന്റെ പാട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മൾ കണ്ണടിച്ച് അപ്പുറം മാറിയിരിക്കും. സോ നമ്മൾ ഫിറ്റായിട്ടിരിക്കുക. ഫിറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിൽ കാണുകയുള്ളൂ. അന്നേരം നമുക്ക് ഈ ലോകമുള്ളൂ, അല്ലെങ്കിൽ ലോകമേ ഇല്ല. യെസ്, എ ഹെൽത്തി മൈൻഡ് ക്യാൻ ഓൺലി റെസ്റ്റ് ഇൻ എ ഹെൽത്തി ബോഡി. എക്സസൈസ് ഇസ് ദ വൺ സൊല്യൂഷൻ ഫോർ എവറിത്തിങ്. ഡയറ്റ് പ്ലാൻ ഉണ്ടോ? കിട്ടുന്ന എന്തും കഴിക്കുമോ? അതെങ്ങനെയാണ്? സ്വീറ്റ്സ് കുറയ്ക്കുക ആൻഡ് ഓൾസോ ഈറ്റ് ഹെൽത്തി. പ്രോട്ടീൻസ് മോർ ലൈക്ക് ഫിഷ്, മട്ടൺ, ചിക്കൻ, എഗ്സ്, അങ്ങനെ കൂടുതൽ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കുക. സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക. വെളുത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ലൈക്ക് മൈദ, പാല്, ഉപ്പ്, പഞ്ചസാര, തൈര്, അങ്ങനത്തെ വൈറ്റ് തിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ശരിക്കും ബീന കണ്ണൻ എന്ന പേഴ്സണാലിറ്റി അടുത്ത തലമുറയ്ക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അവരോട് എന്താണ് മാമിന് ഈ ഒരു അവസരത്തിൽ പറയാൻ? കീപ് മൂവിങ്, കീപ് യുവർ സെൽഫ് ഫിറ്റ്. നല്ല ശരീരം നന്നായിരിക്കണം. അത് ഇപ്പം ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട്, ശരീരത്തിന് അറിയില്ലല്ലോ. നീ ജോലിക്ക് പോവുകയാണ്, മാസം 20 ദിവസം ഞാൻ യാത്ര ചെയ്യുന്നു. ആ ശരീരത്തിന് അറിയാവോ ബീന ജോലിക്ക് പോകുന്നു? ശരീരത്തിന് അറിയേണ്ട കാര്യമില്ല.
ശരീരം ഫിറ്റ് ആയിരിക്കണം ശരീരത്തിൻ്റെ ആവശ്യം, എങ്കിലും മനസ്സിന് ഇരിക്കാൻ ഒരു സ്ഥലമുള്ളൂ. സോ ബി ഫിറ്റ്. വെദർ യു ട്രാവൽ, വീട്ടിൽ കല്യാണം കാണും, ആള് യുനോ ലൈക്ക് ഒരു കുട്ടി ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ കാണും, ഇതൊക്കെ വീട്ടിൽ നടക്കും. പക്ഷെ കീപ്പ് യുവർ സെൽഫ് ഫിറ്റ്. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ രാവിലെ എക്സസൈസ് ചെയ്തിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ പോവുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ചുറ്റുമുള്ള പല കാര്യങ്ങളും നമുക്ക് കൊണ്ടു നടക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മളെ ഫിറ്റായിട്ട് വെച്ചാലേ ചുറ്റുമുള്ള കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ ഒപ്പുള്ളൂ. നമ്മൾ ഉഷാറായിട്ട് ഇറങ്ങുക, ഒരു ദിവസം എക്സസൈസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുക. അപ്പോൾ വരുന്ന എന്തും നമുക്ക് നല്ല സ്വായത്തത്തോടു കൂടി നേരിടാൻ നമുക്ക് പറ്റും. ലൈക്ക് നന്നായിട്ട് നേരിടണമെങ്കിൽ യു ഷുഡ് ബി ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഫിസിക്കലി ഫസ്റ്റ്. അന്നേരം മെൻ്റൽ ഹെൽത്ത് താനേ ഇറ്റ് വിൽ ഫോളോ. രണ്ടും കൂടി ഉണ്ടെങ്കിലേ ബാക്കി എന്തും പറ്റുമോ. നിങ്ങൾ ശാസ്ത്രജ്ഞനാവുമോ, റോക്കറ്റ് സയൻസ് പഠിക്കുമോ, അല്ല കമ്പ്യൂട്ടർ പഠിക്കുമോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് പഠിക്കുമോ, എന്ത് വേണം ആയിക്കോട്ടെ. പക്ഷേ ദേഹം ഉണ്ടെങ്കിലേ ബാക്കി മുന്നോട്ടുള്ളൂ. Anyway, all the best, ma'am. All the best for all the viewers and a healthy new year for schools. Thank you. Thank you.